എനിക്ക് ഈ അൾത്താരെ വന്ന് നിൽക്കാൻ സാധിച്ചതിന് അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽഫി എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഡിസംബറിലാണ് ഫസ്റ്റ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനിവിടെ വന്ന സമയത്ത് ഫുള്ള് നെഗറ്റീവായിരുന്നു. നെഗറ്റീവ് എനർജി പോറൊക്കെ ഇല്ലേ, അതുപോലെ ഫുൾ നെഗറ്റീവായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ്സിന് കയറാൻ സമയമായപ്പോഴേക്കും ഞങ്ങൾ കൊല്ലത്തുനിന്ന് ട്രെയിനിലാണ് വന്നത്. 3 മണിക്കാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം ഞാൻ ക്ലാസ്സിൽ കയറിയപ്പം ഫോമൊക്കെ തന്ന സമയത്ത് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ആദ്യം. ആ ക്ലാസ്സുള്ള സമയത്ത് ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ഉറങ്ങുകയായിരുന്നു. ക്ലാസ് പകുതിയും കേട്ടിട്ടില്ല, ഉറങ്ങിപ്പോയി. പിന്നെ ആവശ്യങ്ങൾ എഴുതാൻ വേണ്ട സമയത്ത് 6 ആവശ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 6 ആവശ്യങ്ങൾ എഴുതി അങ്ങനെ ഞാൻ പോയി. ഉടമ്പടി പാലിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് പാലിച്ചിട്ടില്ല ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടി. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് കടയിൽ വരുന്ന വ്യക്തികൾക്ക് മാത്രം ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തു പോകുമായിരുന്നു. അങ്ങനെ ഞാൻ സാക്ഷ്യത്തിൽ മെയിനായിട്ട് എഴുതിയത്, എനിക്ക് 9 വയസ്സുള്ളൊരു മോളുണ്ട്. അയാൾക്ക് ഒരു ആൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് മെയിനായിട്ട് എഴുതിയത് ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. പക്ഷേങ്കിൽ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ അബോർഷനായി പോയി. പിന്നെ അങ്ങനെ ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു. ഉടമ്പടിയുടെ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ തീരുന്ന സമയത്ത് പിന്നെ ആ പ്രാർത്ഥന ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെയും ഒരു ഡിപ്രഷൻ മൂഡ് പോലെയൊക്കെ എനിക്ക് വന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കാൻ പോയി. ജൂണിലാണ് വന്നത്. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നെഗറ്റീവായിരുന്നു ഫുള്ളും. പക്ഷേ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മനസ്സ് നിറഞ്ഞ് മാതാവ് മാത്രമായിരുന്നു ഉള്ളിൽ നിറച്ച്. എനിക്ക് ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും ഞാൻ അമ്മേനെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. സത്യം പറയാമല്ലോ, ഈ അൾത്താരെ വെച്ച് ഞാൻ പറയാം, അതുപോലെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് എൻ്റെ അമ്മ എന്ന് പറയുന്നത് മാതാവ് മാത്രമാണ്. എനിക്ക് അത്ര അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും എണ്ണി പറയാൻ എന്നെ ഓർമ്മ വരുന്നില്ല. മെയിനായിട്ട് മോൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ജൂലൈ ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ആദ്യം അബോർഷനായി പോയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ഇനി ഇതും പോകുമോ എന്നൊക്കെ ടെൻഷനായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഡെയിലി പ്രാർത്ഥിക്കാത്ത സമയമില്ല, ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. പിന്നെ എനിക്ക് മാതാവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഇടുവാണെങ്കിൽ ഞാൻ അതിൽ പിടിച്ചങ്ങ് കയറി എൻ്റെ മാതാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒത്തിരി കാര്യങ്ങൾ മാതാവ് എനിക്കറിയത്തില്ല. ഞാൻ അധികം ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിലൊക്കെ സംസാരിക്കാൻ ഇച്ചിരി പേടിയുള്ള ടൈപ്പാണ്. പക്ഷേ എനിക്ക് മാതാവിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര എൻ്റെ ഒരു എനർജിയാണ് എൻ്റെ ശരീരത്തിനുള്ളിൽ കയറി വരുന്നത്. അതുപോലെ തന്നെ എന്നേക്കാൾ വിശ്വാസമുണ്ട് എൻ്റെ ഹസ്ബൻഡിന് കേട്ടോ. അതെന്ന് വെച്ചാൽ മാതാവിനോട് പ്രാർത്ഥിക്കാനാണെങ്കിലും നമുക്ക് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞാലും പുള്ളിക്ക് ആദ്യം അപ്പോൾ പോവാം, പെട്ടെന്ന് പോയി ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടി തൈലം, പേടിയായിരുന്നു അബോർഷനായി പോകുമെന്ന്, ഉടമ്പടി തൈലം വയറിൽ പുരട്ടുമായിരുന്നു. അങ്ങനെ സ്റ്റേജൊക്കെ പോയി, കുഴപ്പമില്ല. എനിക്ക് ആൺകുഞ്ഞ് വേണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അവസാനം സിസേറിയനായിരുന്നു എനിക്ക്. സിസേറിയൻ കയറിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ആൺകുഞ്ഞിനെ ആണേലും പെൺകുഞ്ഞായാലും കുഴപ്പമില്ല, ഒരാപത്തുമില്ലാതെ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നാൽ മതി. അത് ഞാൻ സിസേറിയൻ കിടക്കുന്ന സമയത്ത് മാതാവിൻ്റെ കരങ്ങൾ എടുത്തിട്ട് വേണം ഡോക്ടറിൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ തരാൻ. മാതാവിൻ്റെ കുഞ്ഞായിട്ട് അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം ആ കുഞ്ഞ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആൺകുഞ്ഞാന്ന്. അപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് സന്തോഷം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സന്തോഷം. മാതാവ് എന്നെ കൈവിട്ടിട്ടില്ല എന്ന് എനിക്കൊരു തോന്നി. എന്നെ കൈവിടത്തില്ല എന്ന് എനിക്കറിയാം, ഇതുവരെ കൈ വിട്ടിട്ടും ഇല്ല എന്ന് എനിക്കറിയാം. ഞാൻ എത്രയൊക്കെ കുഞ്ഞു തെറ്റുകൾ ചെയ്താലും മാതാവ് എന്നെ ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽപ്പുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പല സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് മോൻ പാൽ കുടിക്കുമ്പോഴേക്കും വിക്കി നെറുകെ കയറ്റുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. കുറച്ച് നേരം കുഞ്ഞ് ശ്വാസം ഇല്ലാതെയൊക്കെ നിൽക്കുമായിരുന്നു. അവസാനം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, തൈലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുവിധം കുറവുണ്ട്. അപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഗൂഗിളിനകത്ത് ഇവരുടെ നമ്പർ മേടിച്ചിട്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് ഇവിടെ ഒരു സിസ്റ്ററെ വിളിച്ചായിരുന്നു. സിസ്റ്റർ പറഞ്ഞു, മോളെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, വിശ്വാസ പ്രമാണം ചൊല്ലി പാല് കൊടുക്കാൻ. ഈ നിമിഷം വരെ കുഞ്ഞ്
പാല് കുടിച്ച് നെറുകെ കയറിയിട്ടില്ല. ഒരു കുഴപ്പവുമില്ല. മാതാവ് ആരോഗ്യവും ആയുസ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുഞ്ഞിന്. ഇതുവരെ എനിക്ക് മാതാവ് തന്ന കുഞ്ഞെന്നല്ല, മാതാവിൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നതാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം. അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ശരീരത്ത് വെള്ളം കൂടിയ അവസ്ഥ, കിഡ്നി പ്രോബ്ലം ആയിരുന്നു, വെള്ളം തോനെയായിരുന്നു. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു തുള്ളി പോലും വെള്ളം, ഗുളിക കഴിക്കാൻ വേണ്ടി മാത്രം ഒരു വെള്ളം, അങ്ങനെ ഭയങ്കര കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടുള്ളൂ. അമ്മ മലമ്പുഴ പാലക്കാടാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടുന്നതിന് പോലെ തന്നെ അമ്മേനെ സങ്കല്പിച്ച് ആ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് ഇപ്പോഴേ കുറവുണ്ട്. അവർ നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പോകുന്നെന്ന് പറയുന്നു. പിന്നെ അത് മാത്രമല്ല, മോളുടെ കാര്യം എന്ന് പറയുന്ന തൈലം വെച്ചെന്ന് പറയുമ്പോൾ മോൾക്ക് സ്കൂളിൽ വെച്ച് വീണ് കാല് ഉളുക്കിയിട്ട് നീരായി, കുഞ്ഞിന് കാല് കുത്താൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് എടുത്തോണ്ടാണ് കുഞ്ഞിനെ, സ്കൂളിൽ നിന്ന് വന്നപ്പം വണ്ടിയിൽ നിന്ന് എടുത്തോണ്ടാണ് വന്നത്. അപ്പം പിന്നെ നടക്കാൻ പോലും കുഞ്ഞിന് തീരെ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ തൊട്ടടുത്തൊരു ക്ലിനിക്കിൽ പോയി അവിടെ ഡോക്ടറെ കാണിച്ചൊരു ഓയിൽമെൻറ്റ് തന്നായിരുന്നു. ആ ഓയിൽമെൻറ്റ് തേച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് കുറവില്ല, ഒന്നുമില്ല. അപ്പം രണ്ടാമത് ഞാൻ തേക്കാൻ വന്നപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഈ ഓയിൽമെൻറ്റ് വേണ്ട, എനിക്ക് അമ്മയുടെ എണ്ണ മതി. അപ്പം ഞാൻ ആദ്യം ഒരു വിശ്വാസമില്ല, അയ്യോ അമ്മയുടെ തേച്ച എങ്ങനെ മാറാനാ എണ്ണ എന്നൊരിക്കൊരു വിശ്വാസം, ഒരു പാതി വിശ്വാസം ഉണ്ടായിരുന്നു തേച്ചാൽ മാറുമെന്ന്. പക്ഷെ എൻ്റെ മോൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവിനോട്. മോൾ എന്തോ ചെയ്തു, ആ എണ്ണ തേച്ചാൽ മതി അമ്മ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഞാൻ അങ്ങനെ എണ്ണ തേച്ച് കൊടുത്തു. 10 മിനിറ്റ് കേട്ടോ, 10 മിനിറ്റ്. എനിക്കിപ്പോൾ പറയുമ്പോൾ കൈ വിറയ്ക്കുന്നുണ്ട്. എൻ്റെ മോള് നടന്ന് അടുക്കളയിൽ എൻ്റെ അടുത്തോട്ട് വന്നു. അത് ഭയങ്കര ഒരു സാക്ഷി. എനിക്കറിയത്തില്ല എന്താണ് ഞാൻ മാതാവിന് എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മാതാവ് എനിക്ക് തോനെ എന്തൊക്കെയോ തന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് എൻ്റെ മോന്. പിന്നെ സമാധാനമുള്ളൊരു ജീവിതം, പിന്നെ ഹസ്ബൻഡ് ജോലിയുടെ കാര്യമൊക്കെ വെച്ച് ഈ നിമിഷം വരെ ഒരു കടബാധ്യത കൂടുകയോ അങ്ങനെ ഹസ്ബൻഡ് ജോലിയില്ലാതെ ഇരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ്. അത് മാത്രമല്ല, കൃപാസനത്തിൽ പത്രം ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്ത് കൊടുക്കാൻ പോയ സമയത്ത് ആദ്യമൊക്കെ ആൾക്കാർ മേടിക്കും, പിന്നെ കുറച്ച് പേര് മേടിക്കത്തില്ല. എനിക്ക് ഭയങ്കര വിഷമം, അയ്യോ എന്താ മേടിക്കാത്തവർ, ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ മേടിക്കാത്ത എന്താണെന്ന് ചോദിച്ചപ്പോഴേക്ക് പിന്നെ ഞാൻ വിചാരിച്ചു, ശരിയാ, അവർ ചിലപ്പോൾ ആ പത്രം മേടിച്ചിട്ട് ചിലപ്പോൾ വായിച്ചില്ല, എന്തോ ചെയ്യും, ആ പത്രം വെറുതെ ആയി പോകത്തില്ലേ. അപ്പോൾ ഉപകാരമുള്ള ഒരാൾക്ക് കൊടുക്കുമല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ ഒരു വീട്ടിലോട്ട് കയറി പോയ സമയത്ത് ഒരു വീടിൻ്റെ വാതിൽ തുറന്നു നടന്ന സമയത്ത് ഞാൻ ചേച്ചി വിളിച്ചപ്പോഴേക്കും ആ ചേച്ചി ഫോണുമായിട്ടാണ് വന്നത്. ഫോണുമായിട്ട് വന്നപ്പോഴേക്കും ആ ചേച്ചി പറഞ്ഞു, ഞാൻ ചേച്ചി കൃപാസനത്തിലെ പത്രമാണെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ആ ചേച്ചി ഫോൺ വെച്ചിട്ട് പറഞ്ഞു, ഒരു അത്ഭുതത്തോടെ എന്നെ നോക്കിയത്, കൃപാസനത്തിലെ പത്രമോ? ഞാൻ പറഞ്ഞാൽ ആ കൃപാസനത്തിലെ പത്രം, ഞാൻ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ട് വരുന്ന അതിന് പത്രം തരാൻ വന്നാന്ന് ചോദിച്ചു. മോളെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂ കൃപാസനത്തിലൊന്ന് പോകണമെന്നും പിന്നെ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ. മോളെ അമ്മ കൊണ്ട് നിർത്തിയതുപോലെ എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര എന്തോ ഒരു എനർജി എൻ്റെ ശരീരത്തിൽ കയറിയതുപോലെയായിരുന്നു. എനിക്കറിയത്തില്ല, അപ്പോൾ ഭയങ്കര സന്തോഷം. അത്രയും നേരം ദുഃഖത്തോടെ വന്നതാ. ഇങ്ങനെ മേടിക്കുമ്പോൾ എല്ലാവരും ചിരിച്ച് കാണിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. സംസാരിച്ച് പറയുമ്പോഴോ ശരി എന്ന് പറഞ്ഞാൽ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു എനർജി കയറുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വാശിയാണ്. പിന്നെ അവിടെ ഉള്ള പത്രങ്ങളെല്ലാം കൊടുക്കണമെന്നൊരു വാശിയായി. അങ്ങനെ ഞാൻ രണ്ടാമതൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു രൂപക്കൂട്ടിൻ്റെ വാതിക്കൽ ആ അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മുടെ കൃപാസന അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കയറി ചെന്ന്, പേടിയോടെ കയറി ചെന്ന്, ഒരു അമ്മ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ അവൾ ചോദിച്ച്, അമ്മ എന്താ കൃപാസനത്തിലെ പത്രം? വേണ്ട മോളെ, ഞാൻ ഉടമ്പടി എടുത്ത്, എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു, അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്, പ്രയോജനം ഉണ്ടായില്ല എന്ന്? ഇല്ല, ഞാൻ പോയി ഉടമ്പടി എടുത്തിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു, അമ്മ ഈ കൃപാസന അമ്മയുടെ മുഖത്ത് നോക്കി, രൂപക്കൂട്ടിൻ്റെ മുഖത്ത് നോക്കിയാണ് അമ്മയ്ക്ക് പറയുന്നത് അമ്മയ്ക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന്. അമ്മേനെ ഇപ്പോഴും നിലനിർത്തുന്ന ആ മാതാവല്ലേ. എൻ്റെ ഭർത്താവ്, അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ ഭർത്താവ് കുടിക്കുക, പിന്നെ 2 പെമ്മക്കളാണ്, തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടാണ് അവർ അന്നുള്ള ഭക്ഷണം കഴിയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ പേടിക്കേണ്ട, അമ്മ ഉടമ്പടി ഒന്നുകൂടെ ഒന്ന് പുതുക്കി നോക്ക്, മാതാവിനോട് കൂടുതൽ അടുക്ക്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, അടുക്ക്. അമ്മ എന്തോ ആഗ്രഹിക്കുന്നു അതിന് ഇരട്ടിയായിട്ട് മാതാവ് തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ കുറേ നേരം കരഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവാം, പൊക്കോളാം മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 100 ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അമ്മയ്ക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന എന്തായാലും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് സന്തോഷത്തോടെ പോയി.
ഞാൻ പത്രം എല്ലാം കൊടുത്ത് സന്തോഷത്തോടെ, ഞാൻ ആദ്യം പത്രം കൊടുത്തത് വരുന്നവർക്ക് കൊടുത്തു പോകുമായിരുന്നു, പക്ഷെ രണ്ടാമത്തെ പത്രം ഞാൻ കൊടുത്തത് വളരെ സന്തോഷത്തോടെയാണ് കൊടുത്തത്. അങ്ങനെ അമ്മ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ കാരണം ഒരാൾ കൃപാസനത്തിൽ പോയി പുതുക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അപ്പം അമ്മ പറഞ്ഞു, മോളെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഉടമ്പടി കാശ് രൂപം കാണുന്നില്ല, അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ തരത്തില്ല എന്നൊക്കെ. ഉടമ്പടി കാശ് രൂപം കാണുന്നില്ല, ഇനി എന്തോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ അപ്പം എനിക്കറിയത്തില്ല അത് എവിടെ വെച്ച് ഇവരെ വെച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു, നാളെ രാവിലെ ആകുമ്പോൾ ആ ഉടമ്പടി കാശ് രൂപ അമ്മയ്ക്ക് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അപ്പം ഞാൻ ആ മനസ്സ് പറഞ്ഞ പോലെ തന്നെ, എനിക്കിനി മാതാവ് പറയിപ്പിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല, മനസ്സ് പറഞ്ഞ പോലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മ നാളെ 8 മണിക്കുള്ളിൽ ആ കാശ് രൂപ അമ്മയുടെ കയ്യിൽ കിട്ടും, മാതാവ് കൊണ്ടുത്തരും, അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ മാതാവ് ആ കാശ് രൂപം കൊണ്ടുത്തരുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 7:45 അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ കാശ് രൂപം കിട്ടി. ഞാൻ പക്ഷേ എവിടെ നിന്ന് കിട്ടി അമ്മ? രൂപത്തിൻ്റെ പുറകിൽ നിന്ന് കിട്ടി. ഇന്നലെ അവിടെയൊക്കെ തപ്പിയിട്ടും കണ്ടില്ല, പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇന്നലെ വിശ്വാസത്തോടെ എല്ലാവർക്കും അമ്മ തപ്പിയത്, ഇന്ന് വിശ്വസിച്ച് തപ്പിയപ്പോൾ അമ്മയ്ക്ക് കിട്ടിയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ അമ്മയിൽ ഒരു ഉണർവ്, മാതാവിൻ്റെ ഉണർത്താൻ പറ്റിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പല ചെറിയ കാര്യങ്ങൾ പോലും മാതാവിന് കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് പറയാനിപ്പോൾ ഒന്നും ഓർക്കുന്നില്ല. മെയിനായിട്ട് ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയോടും ആദ്യം ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഇവിടെ എല്ലാ സാക്ഷ്യങ്ങളും, അല്ലെങ്കിൽ ഒരുപാട് സാക്ഷ്യങ്ങളുടെ ആരംഭം ഇതുപോലെ ഈ ലഭിച്ചൊരു പത്രമാണ്. അപ്പം ഒരു പക്ഷേ അത് ഇവിടെയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ദൈവാനുഭവങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ആരെങ്കിലും വെച്ചു മറന്നതോ കൊണ്ടു കൊടുത്തതോ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പിന്നെ തിരികെ എടുത്ത് വന്ന് മാതാവിലേക്ക് വന്നിട്ടുള്ള ഒരു ബഹുമാനപ്പെട്ട അച്ഛനെപ്പോഴും പറയും, ഒരു മാതാവിൻ്റെ ഒരു കരം അതിനോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇതിനെ തകർക്കുവാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. കാരണം ഇതിലൂടെ ഒരുപാട് പേര് ഈശോനെയും മാതാവിനെയും കാണും എന്നുള്ള ഒരു ദൈവിക പദ്ധതി അട്ടിമറിക്കുവാനായിട്ട് തുടക്ക കാലഘട്ടത്തിൽ ഇന്നും ഉണ്ടെങ്കിൽ തന്നെയും അതിന് മുകളിലേക്ക് ദൈവാനുഭവം വളർന്നപ്പോൾ അത് ഒരുപാട് സബ്സൈഡ് ചെയ്തിട്ടെങ്കിലും ഈ ഒരു ദൈവിക പദ്ധതി ആരംഭിക്കുന്ന അങ്ങനെയാണ്. ഏതോ ഒരു വ്യക്തി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുകൊടുത്ത ആ ഒരു പത്രത്തിൽ നിന്നാണ് ഈ ഒരു സാക്ഷ്യം ആരംഭിക്കുന്നത്. ഒരുപാട് സാക്ഷ്യങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഒരു പക്ഷേ സ്നേഹത്തോടെ മേടിക്കും, ചിലർ ദേഷ്യത്തോടെ, എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു ആരംഭം എപ്പോഴും അങ്ങനെയാണ് ഇതിൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയാണ്, ഒരാൺകുഞ്ഞിന് വേണ്ടി തന്നെ 9 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിന് വേണ്ടി ആദ്യൊരു കുഞ്ഞൊരു അബോർഷനായതിനു ശേഷം ഉടമ്പടി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പാലിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി. ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞുമായിട്ടാണ് ഇന്ന് ഈ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഈ കുടുംബം നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ തൻ്റെ ഈ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ അവരൊന്നും വ്യക്തമായൊരു ബോധ്യമില്ലാതെ ആരും മൈക്കെടുത്ത് പ്രത്യേകിച്ച് ദൈവാനുഭവം പറയുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു സത്യമാണ്. അപ്പം വ്യക്തമായ അനുഭവത്തിന് ഒരു കുഞ്ഞ് ഒരു സാക്ഷ്യമായിട്ടുണ്ട്. രണ്ടാമത്തത് കൂടെ നിൽക്കുന്ന കുഞ്ഞും ഒരു വ്യക്തിപരമായി ഇവരെ ഒരു വിശ്വാസത്തിൽ പഠിപ്പിക്കുവാനായിട്ട് ദൈവം തന്നെ ഉപയോഗിച്ചൊരു സാഹചര്യമായിട്ട് ആ കുഞ്ഞിൻ്റെ ഒരു സാഹചര്യത്തിൽ ഉടമ്പടിയിലെ തൈലത്തിനെക്കുറിച്ചാണ് ആ സാക്ഷ്യം. ഇത് മോള് പറയും, ഞാൻ പറഞ്ഞു അമ്മ ഇല്ലെങ്കിൽ, ഞാൻ ഇടയ്ക്ക് ചോദിക്കും അമ്മ ഇല്ലെങ്കിൽ എന്തോ ചെയ്യും. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, എനിക്ക് മാതാവുണ്ടമ്മ, അമ്മ ഇല്ലെങ്കിൽ. പണ്ട് ഞാൻ എന്ന് വെച്ചാൽ ഭയങ്കര അയ്യോ അമ്മ ഇല്ലാത്തൊരു, ഞാൻ കരയുന്ന മോളായിരുന്നു. ഇപ്പോൾ പറയുന്നത് എനിക്കെൻ്റെ മാതാവുണ്ട്, എൻ്റെ മാതാവ് എന്നെ സംരക്ഷിക്കുക, എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ എൻ്റെ മാതാവാണ് എന്നെ നോക്കത്തുള്ളൂ എന്ന് മോൾക്ക് ഭയങ്കര വിശ്വാസം. എനിക്ക് 3 അമ്മമാരാണ്. എനിക്ക് എൻ്റെ മാതാവ്, ഞാൻ, പിന്നെ അവളൊരു ടീച്ചറുണ്ട്. അങ്ങനെ 3 അമ്മമാരാണ് അവൾക്ക് പറയുന്നത്. അത്രയ്ക്ക് മാതാവിനോട് കൂടുതൽ അടുത്തൊരു കുഞ്ഞാണിത്. പരിശുദ്ധ അമ്മയുടെ അപ്പം ഉടമ്പടി തൈലം പൂശിയതിന് ശേഷം അപ്പോൾ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ അനുഭവം കിട്ടുന്നവരെ ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കുറേ തട്ടിപ്പ് പരിപാടിയാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. നമുക്കതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ദൈവാനുഭവം ലഭിക്കുക എന്നുള്ളത്, അപ്പോൾ ഒരു അല്പം വിശ്വാസത്തോടും തുറവിയോടും വരുന്നവർ പോലും വലിയ സാക്ഷ്യങ്ങൾ പറയുന്ന ഒരു അൾത്താരയാണ്. അതിന് അമ്മ ഇതിനെ പൂർണ്ണമായിട്ടും സഹായിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുമ്പം കുടുംബത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു, ജീവിത പങ്കാളിയുടെ ജോലി ക്രമീകരിക്കപ്പെടുന്നു. അതിനേക്കാളും അപ്പുറം വിശ്വാസ ജീവിതം തന്നെ വലിയ രീതിയിൽ അനുഭവങ്ങളിലേക്ക് മാറുന്നു. കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യം പറയുമ്പം
ഈ പൗലോസ്ലിഹ സാവൂളിൻ്റെ അടുത്തേക്ക്, അതായത് പഴയ പൗലോസ്ലിഹയുടെ അടുത്തേക്ക് അനനിയാസ് ചെല്ലുന്നൊരു രംഗമുണ്ട് ബൈബിളിൽ. ഇതുപോലെ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെല്ലുന്ന കുടുംബങ്ങളിൽ പോലും, അപ്പം നമ്മൾ ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അതിലൂടെ ദൈവം ലക്ഷ്യം വെക്കുന്ന അനേകരെയാണ്, അതെപ്പോഴുമാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്ക് ലഭിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ ഒരുപാട് പേരുടെ, ഇപ്പോൾ ഒരു അമ്മയുടെ കാര്യം പറയുന്നുണ്ട്, വേറൊരു വ്യക്തിയുടെ കാര്യത്തിലും ഇപ്പം ഇങ്ങനെ ഈ കഥകടച്ച് ഇരിക്കുന്നൊരു ആത്മീയതയല്ല, കഥക് തുറന്ന് സ്നേഹത്തോടും പ്രാർത്ഥനയോടും ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം കൂടെ നടക്കുന്ന അനുഭവങ്ങൾ നൽകുന്ന അനുഭവങ്ങളുള്ള ഈ ഒരു സാക്ഷ്യം ഉടമ്പടി എടുത്തവരെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.